ക്ഷേത്ര നിർമ്മാണത്തിൽ വ്യത്യസ്തത പുലർത്തുന്നയാളാണ് കൽപ്പണി മേസ്തിരിയായ ഭരണിക്കാവ് സ്വദേശി കീപ്ലേത്ത് ടി.കെ. രാമചന്ദ്രൻ. ഏകദേശം 30 വർഷത്തോളമായി ഇദ്ദേഹം ഈ രംഗത്തുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിൽ വ്യത്യസ്തത കൊണ്ടുവന്നിരിക്കുകയാണ് കൽപ്പണി മേശരിയായ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ കീപ്ലേത്ത് ടി.കെ. രാമചന്ദ്രൻ. ക്ഷേത്ര നിർമ്മാണത്തിൽ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ഇദ്ദേഹം. ഏകദേശം 30 വർഷത്തോളമായി ഇദ്ദേഹം ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെ ഏകദേശം 4 കൊട്ടാരങ്ങളും നിരവധി ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. 101 ക്ഷേത്രങ്ങൾക്ക് സമം ഒരു കൊട്ടാരം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശ്രദ്ധ, ഗുരുത്വം, ക്ഷമ എന്നിവ ഈ നിർമ്മാണ പ്രവൃത്തിയിൽ പ്രധാനമാണെന്നും ശില്പി വ്യക്തമാക്കുന്നു. കൊട്ടാര നിർമ്മാണവും ക്ഷേത്ര നിർമ്മാണവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നും പറയുന്നു. കൊട്ടാര നിർമ്മാണത്തിന് തിണ്ണ ആവശ്യമാണെങ്കിലും ക്ഷേത്രങ്ങൾക്ക് അത് വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചിറയരികിൽ കൊട്ടാരം, കല്ലേലിൽ കൊട്ടാരം, കോട്ടുശ്ശേരിൽ കൊട്ടാരം, കീപ്ലേത്ത് അമ്മുമ്മക്കാവ് കൊട്ടാരം എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച കൊട്ടാരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. കുലദൈവങ്ങളുടെ അനുഗ്രഹവും പൂർവികരുടെ ഗുരുത്വവുമാണ് തനിക്ക് തുണയായിട്ടുള്ളതെന്നും രാമചന്ദ്രൻ പറയുന്നു. 27 വർഷത്തോളമായി കൊട്ടാരത്തിൻ്റെ പണി തുടങ്ങി. അമ്പൽക്ഷേത്ര സംബന്ധമായിട്ടുള്ള പണികൾ തുടങ്ങി. കൊട്ടാരം തന്നെയല്ല, കുരിയാല, ചിത്രകൂടം എന്നീ ചെറിയ കുരിയാലകളൊക്കെ എല്ലാം പണി ഈശ്വരാനുഗ്രഹം കൊണ്ട് 10-27 വർഷത്തോളം കാലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ പണി കുടുംബത്തിൽ തന്നെ പൂർത്തീകരിച്ചു. ഇത് 4ാമത്തെ കൊട്ടാരമാണ്. ക്ഷേത്രവും അമ്പലവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അമ്പലത്തിന് തിണ്ണയില്ല, കൊട്ടാരത്തിന് തിണ്ണയുണ്ട്. 101 ക്ഷേത്രത്തിന് സമമാണ് ഒരു കൊട്ടാരം എന്നാണ് ചരിത്രം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് ദേവാദേവന്മാരുടെ അനുഗ്രഹവും ചെയ്യുന്ന വീട്ടിലെ കുടുംബത്തിലെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉള്ളതുകൊണ്ടാണ് ഈ പണി മേഖല മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും സന്തോഷത്തോടെ ഈ മേഖല മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഗുരുത്വം, ക്ഷമ, ഈ 3 കൂട്ടം കാര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പണി കറക്റ്റായിട്ട് പോകും. ഈ 3 കൂട്ടം കാരണം ഇതിന് പ്രധാന കാരണം ഇതിൻ്റെ കളങ്കമില്ലാത്ത മനസ്സോടുകൂടി അതാണ് ഏറ്റവും പ്രധാനം. എല്ലാ ദേവാദിദേവന്മാരുടെ അനുഗ്രഹവും അവരുടെ ബുദ്ധിയാണ്, അവർ തരുന്ന ബുദ്ധിയാണ് നമ്മുടെ പ്രവർത്തനവും മേഖലയിലെ മുന്നോട്ടുള്ള നീക്കവും എല്ലാം ഇതാണ്. എൻ്റെ കൂടെ 2 പേര് പണിക്കാരുണ്ട്. അവർ കറ്റാനം കല്ലേലിൽ സുരേഷ്, കറ്റാനം ചിറയരിൽ രാജൻ, ഈ 2 പേരാണ് എൻ്റെ കൂടെ പണിക്കാർ. അവരും ഇത്ര നാളെ എൻ്റെ കൂടെ പണി ചെയ്ത് പൂർത്തീകരിച്ച് അവർ സന്തോഷമായിട്ട് പോയി. ഇപ്പോൾ വരും. നാളെ ഉദ്ഘാടനമാണ്, 29-ാം തീയതി, നാളെ വ്യാഴാഴ്ച 10:30 ഉദ്ഘാടനമാണ്. ഇവിടുത്തെ പീഠപ്രതിഷ്ഠയാണ് പ്രധാന ചടങ്ങ്. അത് ആ പ്രതിഷ്ഠാകർമ്മവും നമ്മൾ തന്നെ ചെയ്യുന്നത്. സുരേഷ്, രാജൻ എന്നിവരും രാമചന്ദ്രന് സഹായികളായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കറ്റാനം കീപ്ലേത്ത് അമ്മുമ്മക്കാവ് കൊട്ടാരം നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠാ മഹോത്സവം മെയ് 29-ന് നടക്കുകയാണ്. രാവിലെ 5 മണിക്ക് ഹരിനാമ കീർത്തനം, 5:15 ഗണപതി ഹോമം, പൊങ്കാല, 8 മണിക്ക് ഭാഗവത പാരായണം, 9-ന് ദീപം എഴുന്നള്ളിക്കൽ എന്നിവ നടക്കും. കറ്റാനം ശ്രീ വലിയവീട് ദുർഗാ ദേവി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി, വാദ്യമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി കീപ്ലേത്ത് അമ്മുമ്മക്കാവിൽ ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്ന് പ്രധാന ദേവതാ പ്രതിഷ്ഠ, തിരുമുൻപിൽ നിറവറ സമർപ്പണം, 12:15 നാഗപ്രതിഷ്ഠ, 12:30 അന്നദാനം, 6-ന് ദീപക്കാഴ്ച, 6:30 കൈകൊട്ടിക്കളി, 9-ന് ഭജന, 10:30 കുടുംബ ആചാര ചടങ്ങുകൾ എന്നിവയോടുകൂടി ചടങ്ങുകൾ സമാപിക്കും. CDNet ന്യൂസ്, കായംകുളം.